നമസ്കാരം. പ്രദക്ഷിണം എന്ന ഡോക്യുമെൻ്റിയുടെ സംവിധായകനാണ് ഞാൻ കോഴിക്കോട് സ്വദേശിയാണ്. കോഴിക്കോട് കുന്നമംഗലം സ്വദേശിയാണ്. എൻ്റെ 4ാമത്തെ ഡോക്യുമെൻ്ററി കോഴിക്കോട് ജില്ലയിലെ തന്നെ ചാത്തമംഗലത്തിൻ്റെ ചരിത്രവും ചാത്തമംഗലത്തെ പൗരാണിക ക്ഷേത്രങ്ങളുടെയും പള്ളികളുടെയും അതോടൊപ്പം തന്നെ കാർഷിക ഗ്രാമങ്ങളുടെയും കാർഷിക രീതികളുടെയും പരമ്പരാഗത തൊഴിലുകളുടെയും തൊഴിൽ എന്ന് വെച്ച് ഇന്നിപ്പം അവിടെ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹം തന്നെ അവിടെ നിലനിൽപ്പുണ്ട്. ഒരു 10-40ഓളം ഫാമിലികളുണ്ട്. ആ ഫാമിലികൾ തന്നെ ഈ മൺകല നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അതിലൊരു 4ഓളം ഫാമിലികൾ മാത്രമേ ആ തൊഴിലിരിപ്പുള്ളൂ. മറ്റുള്ളവരൊക്കെ പല ഭാഗങ്ങളിലൊക്കെ പോയി കഴിഞ്ഞു. പിന്നെ അതുപോലെ തന്നെ കോഴിക്കോട് അങ്ങാടിയിൽ, അതായത് പാളയം പച്ചക്കറി മാർക്കറ്റിലേക്ക് ഏറ്റവും കൂടുതൽ കാർഷിക വിഭവങ്ങൾ എത്തിക്കുന്നത് കൂടുതലായിട്ടും ചാത്തമംഗലം പഞ്ചായത്തിലെ തന്നെ വെള്ളന്നൂർ ഭാഗങ്ങളിൽ നിന്നാണ്. വാഴക്കുലകളാണെങ്കിലും അങ്ങനെ കാർഷിക വിഭവങ്ങളൊക്കെ തന്നെ ഇതെല്ലാം തന്നെ പഠിച്ചും പിന്നെ അതേപോലെ തന്നെ ഒരുപാട് NIT പോലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, മലബാർ ക്യാൻസർ സെൻ്ററുകൾ, MBR ക്യാൻസർ സെൻ്റർ, ഇതേപോലുള്ള ആശുപത്രികളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഒക്കെ തന്നെ കുന്നമംഗലത്തിൻ്റെ ആർട്സ് കോളേജ് നിലനിൽക്കുന്നത് ചാത്തമംഗലം പഞ്ചായത്തിലാണ്. ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ ആ ഗ്രാമീണരുടെ സംസ്കാര രീതിയും നാടിൻ്റെ സംസ്കാരവും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പ്രദർശനത്തിൻ്റെ 4ാമത്തെ എപ്പിസോഡായ ചാത്തമംഗലത്തിൻ്റെ ചരിത്രവും പൗരാണിക ക്ഷേത്രങ്ങളുടെ ചരിത്രത്തിൻ്റെ ഒരു ഡോക്യുമെൻ്ററി തയ്യാറാക്കിയിരിക്കുന്നത്. ഇതിൻ്റെ പിന്നിൽ അണിയറ പ്രവർത്തകരുണ്ട്. 15ഓളം വരുന്ന അണിയറ പ്രവർത്തകരുണ്ട്. എന്നിരുന്നാലും ഈ പരിപാടി ഞങ്ങളെ സംബന്ധിച്ചോളം മാക്സിമം ഉൾപ്പെടുത്താൻ പറ്റുന്ന ഭാഗങ്ങളെല്ലാം തന്നെ ഞങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഏതെങ്കിലും ഭാഗങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. അതോടൊപ്പം തന്നെ ഈ പരിപാടി വലിയൊരു വിജയമാക്കി തീർക്കുന്നതിന് വേണ്ടി നിങ്ങളെ ഒരു സഹായങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. ഞങ്ങളെ യൂട്യൂബ് ചാനലുണ്ട്. അതുപോലെ തന്നെ കോഴിക്കോട് ജില്ലയിലെ എല്ലാ ചാനലിലും നമ്മൾ അങ്ങനെയാണ് ചെയ്യുന്നത്. ഏത് ജില്ലയിലാണോ നമ്മൾ ഡോക്യുമെൻ്ററി നിർമ്മിക്കുന്നത്, ആ നിർമ്മിക്കുന്ന സംവിധാനം ചെയ്യുന്ന അത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഏത് ജില്ലയിലെ സ്ഥലത്തെ പറ്റിയിട്ടാണോ അല്ലെ പ്രദേശത്തെ പറ്റിയിട്ടാണോ നമ്മൾ വിവരിക്കുന്നത്, അവിടുത്തെ പൗരാണിക ക്ഷേത്രങ്ങളെ പറ്റി വിവരിക്കുന്നത്, ആ ക്ഷേത്രങ്ങളിലെ അതും ആ ജില്ല ഏതാണെന്ന് വെച്ചാൽ ആ ജില്ലയിലാണ് നമ്മൾ എന്ത് ചെയ്യുക, ടെലികാസ്റ്റിംഗ് ചെയ്യുക. അവിടുത്തെ ലോക്കൽ ചാനലും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ടെലികാസ്റ്റിംഗ് ചെയ്യുക. പിന്നെ അതോടൊപ്പം തന്നെ പ്രദർശനത്തിൻ്റെ യൂട്യൂബ് ചാനലുണ്ട്. യൂട്യൂബ് ചാനൽ നിങ്ങൾ സെർച്ച് ചെയ്താൽ അറിയാം. പ്രദർശനം എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ ആമ്പിളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമ്മളെ പ്രോഗ്രാം നിങ്ങൾക്ക് ചാനലിൽ കാണാൻ പറ്റാത്തവർക്ക് യൂട്യൂബ് ചാനലിൽ കാണാൻ പറ്റാവുന്നതാണ്. അതോടൊപ്പം തന്നെ നമ്മളെ ഫേസ്ബുക്ക് ചാനലിലും നമ്മൾ ഈ കേരളത്തിൽ തന്നെ ഒട്ടുമിക്ക മഹാദേവ ക്ഷേത്രങ്ങളിലെ ഫേസ്ബുക്ക് ചാനലിൽ ഞാനുണ്ട്. വേൾഡ് ലെവലായിട്ടുള്ള ഖത്തർ മലയാളീസ്, അമേരിക്കൻ മലയാളീസ് ഇങ്ങനത്തെ പറയുന്ന എല്ലാ ഫേസ്ബുക്ക് ചാനലിലും തന്നെ ഒരു 40ഓളം ഫേസ്ബുക്ക് ചാനലിലും ഞാനുണ്ട്. ഈ ചാനലിലൊക്കെ തന്നെ നമ്മൾ കൊടുക്കുന്ന ഈ വീഡിയോ അവർ ഷെയർ ചെയ്യാറുണ്ട്. അപ്പം നിങ്ങൾ ഈ പരിപാടി സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഈ പരിപാടി സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഈ പരിപാടി വിജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഇപ്പം നിലവിൽ 25,000 ചോടെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അവരാണ് ഈ പരിപാടിയുടെ ഈ പ്രോഗ്രാമിൻ്റെ പ്രചോദനവും. അപ്പം നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നൊരു സഹായം, നിങ്ങൾ ഈ പരിപാടിയുടെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്തതിനു ശേഷം നിങ്ങൾ ഈ പരിപാടി കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയും ചെയ്യാം. ഓക്കെ, നന്ദി, നമസ്കാരം.